ബാലുവിൻ്റെ ഒരു ക്യാരക്ടർ ചാന്തുകൊട്ട് ചാന്തുകൊട്ടിൽ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് ആ ക്യാരക്ടർ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ ആ ഒരു ഫിലിമിൽ? പിന്നെ എന്തോ അത് ഭയങ്കര പറഞ്ഞ പോലെ കുമാരൻ പറഞ്ഞ ക്യാരക്ടർ എന്തോ കുമാരൻ കുമാരൻ എന്ന ക്യാരക്ടർ ആയിരുന്നു. വളരെ വളരെ യാദൃശ്ചികമായിട്ടായിരുന്നു ആ ക്യാരക്ടർ എന്നിലേക്ക് വന്നത്. അത് ഇന്ദ്രയുടെ ചെറുപ്പത്തിന് വേണ്ടി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിറമൊന്നും ഇല്ലെങ്കിലും നുണക്കുഴി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സിനിമയിൽ ഒന്നാണ് അങ്ങനെ പോയതാണ്. പക്ഷെ നല്ല കുറുമ്പായിരുന്നു ചെറുപ്പത്തിൽ, അങ്ങനെ പിടിച്ചിട്ടല്ല പക്ഷെ നല്ല പണിയായിരുന്നു കിട്ടിയത്. ഷൂട്ടിന് വന്ന് ആദ്യത്തെ ദിവസം മറ്റേ പ്രാർത്ഥിച്ച അർത്തിങ്കപ്പള്ളിയുടെ മുമ്പിലുള്ള കടപ്പുറത്തെ ഷൂട്ട്. അപ്പോൾ പോണ വഴിക്ക് അർത്തിങ്കപ്പള്ളിയിലേക്ക് കയറി പ്രാർത്ഥിച്ച്, ചെറിയ പയ്യനാണല്ലോ, 7ാം ക്ലാസ്സിൽ പഠിക്കണ്ടു. ഞാൻ ചെന്ന് ഇന്ന് അഭിനയിക്കാൻ വേണ്ടി ചെന്നേക്കണം. എൻ്റെ കോസ്റ്റ്യൂമൊക്കെ തന്ന് മേക്കപ്പൊക്കെ ചെയ്ത് ചെന്ന് കടപ്പുറത്തായിരിക്കണേ. ഇന്നത്തെ പോലെ ക്യാരവനോ പരിപാടിയോ ഒന്നുമില്ല. കടപ്പുറത്തിരുന്ന് ആദ്യത്തെ ദിവസം ഇരുന്ന് വൈകുന്നേരം വരുന്ന ഷൂട്ട് ഉണ്ടായില്ല, പിറ്റേ ദിവസം ഇരുന്ന് വൈകുന്നേരം വരുന്ന ഷൂട്ട് ഉണ്ടായില്ല, 3ാം ദിവസം ഇരുന്ന് എൻ്റെ മേത്ത് തൊലിയൊക്കെ പൊളിഞ്ഞു തുടങ്ങി. ശരിക്കും എന്നിട്ട് എൻ്റെ കയ്യിലെ തൊലിയൊക്കെ പൊളിഞ്ഞു തുടങ്ങി. ആദ്യത്തെ ദിവസം എക്സൈറ്റ്മെന്റും പേടിയും ഇതൊക്കെ ആയിരുന്നു. 2ാമത്തെ ദിവസം ഇപ്പോൾ എക്സൈറ്റ്മെന്റ് ഒക്കെ വെയിലിന്റെ ഒരു പ്രശ്നമായി. പക്ഷെ അവിടുത്തെ പിള്ളേരെല്ലാവരും ഭയങ്കര കമ്പനി ചെയ്യും. സെറ്റ് മൊത്തത്തിലൊന്ന് പരിചയം. ഇതെല്ലാം ഈ ദേഹത്തെ ഈ സൺസ്ട്രോക്ക് അടിച്ചെങ്കിലും ഈ ചൂട് അനുഭവപ്പെടണമെങ്കിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും ഇതിൻ്റെ കൂടെ വേറെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. കാര്യം നമ്മളെ സെറ്റിലെ ആൾക്കാരായിട്ട് പരിചയപ്പെട്ടു. ആ പ്രായത്തില് നമുക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ ഒരു ക്യാമറ മുമ്പ് ഇപ്പോൾ നിൽക്കുമ്പോൾ എന്താണ് പരിപാടി എന്നുള്ളൊരു സംഭവം വന്നു പോയിരുന്നു. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്കൂളിലും അല്ലെങ്കിൽ വീട്ടിലൊക്കെ എന്തെങ്കിലും പരിപാടികൾ കാണിക്കുന്നല്ലാതെ നമ്മൾ തിണ്ണമെടുക്കത്തിൽ കൂടുതലാണെങ്കിലും പുറത്തു പോയി ഇങ്ങനെ പരിപാടികൾ ചെയ്തിട്ടില്ല, പ്രത്യേകിച്ച് ക്യാമറയുടെ മുമ്പിലൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പം 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനെങ്ങനെയെങ്കിലും ചെയ്തിട്ട് പോയാൽ മതി എന്ന അവസ്ഥ. അങ്ങനെയായിരുന്നു സംഭവം ചെയ്തത്. പക്ഷെ ചെയ്തപ്പോൾ തന്നെ പരിപാടി എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ലാലു സാറൊക്കെ ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചു. അപ്പം അതിൽ കിട്ടിയൊരു കോൺഫിഡൻസ് ആയിരുന്നു ശരിക്കും മൊത്തത്തിലേക്കുള്ള. ഇനിയും ശരിക്കും ഇതിനു മുമ്പും അത് ചെയ്യുന്നതിന് മുമ്പും സിനിമയിൽ എന്തെങ്കിലും ചെയ്യണം, സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആയി എത്തിപ്പെടണം എന്നായിരുന്നു പണ്ട് തുടങ്ങിയുള്ള ആഗ്രഹം. പക്ഷെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ഇത് നമുക്ക് ചെയ്യാൻ പറ്റും, യെസ് യു ക്യാൻ പറഞ്ഞ കണ്ണാടിയുടെ മുമ്പിൽ പോയി പറയാനുള്ളൊരു മൂടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിനകത്ത് നിന്ന് ലാലു സാറിനെ പോലത്തെ ഒരു ഡയറക്ടർ നമ്മുടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ കിട്ടിയ ഒരു കോൺഫിഡൻസ് ആയിരുന്നു. പിന്നീട് ഇനിയും സിനിമകൾ എനിക്ക് ചെയ്യണം, ഇനിയും എന്തെങ്കിലും സംഭവം ചെയ്യണം എന്ന് ആഗ്രഹം വന്നത്. ഇനി മറ്റൊരു ക്യാരക്ടർ ഹണിബി, അംബ്രോസ് പെരേര. അംബ്രോസിന്റെ ക്യാരക്ടറിനെ പറ്റി ബിഗ് ബ്രേക്ക് എനിക്ക് വലിയൊരു ബ്രേക്ക് വന്ന സിനിമയാണ് അംബ്രോസ് പെരേരയുടെ. ഒരു ഹെയറിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അത് ശരിക്കും നമ്മള് ഫോട്ടോഷൂട്ടിൽ ബാബുവേട്ടന് വേണ്ടി കൊണ്ടുവന്നൊരു വിഗായിരുന്നു. ബാബുരാജ് കൊണ്ടുവന്ന വിഗാണ്. അപ്പൊ ബാബുവേട്ടന്ന് വരാൻ വൈകി. അപ്പൊ ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഞാൻ രാവിലെ വന്നേക്കാണ്. ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് പോലെ വർക്ക് ചെയ്യണമായിരുന്നു ആ സിനിമയില്. അതിന്റെ എഴുത്തിലും എല്ലാത്തിലും ജീജന്റെ കൂടെ നമ്മള് കൂടിയിരുന്നു. എന്റെ കോളേജ് കഴിഞ്ഞിട്ട് അതിന്റെ പുറകെ ആയിരുന്നു ഞങ്ങള്. ജീജൻ അപ്പൊ അമേരിക്കയിൽ മറ്റേ ന്യൂയോർക്ക് ഫിലിം അക്കാദമി പഠിച്ചിട്ടൊക്കെ വന്നിരിക്കുന്നു. അപ്പൊ ഒരു പടം എഴുതാൻ വേണ്ടി പോണു. അപ്പൊ എഴുത്തിനന്ന് ഞാനും വന്നിരിക്കാതെ ഞാനും പോയിക്കണം. നമ്മള് ഡിസ്കഷൻ പരിപാടി എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നടക്കുക. അപ്പൊ അങ്ങനെ ഒരു അവസാന ഒരു ഘട്ടത്തിലാണ് ഈ ക്യാരക്ടർ നീ ചെയ്യുന്നവരോട് എന്നെ കൊണ്ട് ചെയ്യാൻ ചെയ്യിക്കണേ. അപ്പൊ അതിന്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടി നമ്മൾ ആദ്യത്തെ ദിവസം ചെല്ലുകയാണ്. അപ്പൊ ബാബുട്ട വരെ ലേറ്റ് ആയപ്പോ ഈ വിഗ് അവിടെ ഇരിക്കണു. വെറുതെ എടുത്ത് തല വെച്ചതാ. ഫിക്സ് അങ്ങനെ എനിക്ക് ഫിക്സ് ആയൊരു വിഗാണ്. പക്ഷെ അത് ക്യാരക്ടർ പെട്ടെന്ന് ആളുകളൊക്കെ അത് ശരിക്കും എനിക്ക് ഭയങ്കര ഒരു പ്ലസ് ആയിരുന്നു. അറിയാണ്ടെടുത്ത് വെച്ച് സൗഭാഗ്യമായിരുന്നു. അതിൽ തന്നെ ഒരു ഡയലോഗ് ഉണ്ട് ലാസ്റ്റ് നമ്മൾ ചാകാൻ പോവാണെന്ന് ഉറപ്പിക്കുന്ന മൊമെന്റിൽ കണക്ക് സാറിനെ വിളിച്ചിട്ട്. ആ ഡയലോഗ് കയ്യിൽ നിന്നിട്ടതാണോ അതോ സ്ക്രിപ്റ്റഡ് ആയിരുന്നു? അല്ലല്ല, എന്തായാലും സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു. തെറികളൊക്കെ കുറെ സിജുവിന്റെ ഒരു ഷോർട്ട് ഫിലിം കട്ടൻ കാപ്പി, ഇപ്പൊ ഓർക്കുമ്പോ ഒരു ഷോർട്ട് ഫിലിം കട്ടൻ കാപ്പിക്ക് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു. ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു കട്ടൻ കാപ്പി. ഞാൻ നേരം എന്ന് പറയുന്ന സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഷോർട്ട് ഫിലിമായിരുന്നു. അതിനു മുമ്പ് ഞാൻ കുറേ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. കാരണം അതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ.
ഫിലിം കരിയറിൽ. കാരണം നമ്മൾ ഈ ക്യാമറയുടെ മുമ്പിൽ നിന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നേരമായിരുന്നു ആദ്യമായിട്ടൊരു ക്യാരക്ടർ റോൾ ചെയ്തത്. എൻ്റെ ഒരു ലീഡ് രീതിയിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയൊരു ഷോർട്ട് ഫിലിമായിരുന്നു കട്ടൻ കാപ്പി എന്ന് പറയുന്നത്. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ ബ്രേക്കപ്പ് അല്ലെങ്കിൽ പാച്ചപ്പ്, ഈ പരിപാടികളൊക്കെ ഭയങ്കരമായിട്ട് അതിനകത്ത് ഒരു ലവ് സ്റ്റോറി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഷോർട്ട് ഫിലിമായിരുന്നു അത്. എന്താ പറയുക, എന്താ പറയുക, അർജു ബെന്നാണ് ഡയറക്ടർ. പുള്ളി എഡിറ്ററാണ്, മഹേശ്വരൻ്റെ കൂടെ എഡിറ്ററായിട്ട് നിൽക്കുന്ന ആളാണ്. പേഴ്സണലി ഭയങ്കര സന്തോഷമുള്ള കാര്യം. കാരണം ഒരുപാട് പേര് ഇപ്പോഴും കാണുമ്പോൾ പറയാറുണ്ട്, ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടല്ലോ കട്ടൻ കാപ്പി എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. ഈ കട്ടൻ കാപ്പി കണ്ടിട്ടാണ് ഹാപ്പി വെഡ്ഡിങ്ങിലേക്ക് എൻ്റെ നായകനായിട്ട് ഒമർ കണ്ടിട്ട് ചൂസ് ചെയ്യുന്നത്, എന്നെ ഓപ്റ്റ് ചെയ്യുന്നത്.